വെൽക്കം ടു ഓട്ടോ മണ്ണസ്. ഞാനപ്പോൾ ഇന്ന് ചെറിയൊരു ഷോർട്സ് ഒക്കെ എഡിറ്റ് ചെയ്തിടാം എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. നമ്മുടെ മെഴ്സിഡസിൻ്റെ എസ് ക്ലാസ് ലേറ്റസ്റ്റ് വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പലരും അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടു കാണും. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ പ്രസ് റിലീസ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഈ ഒരു വീഡിയോ ഒരു ഷോർട്സ് ആക്കുന്നതിന് പകരം ഒരു ചെറിയൊരു 60 സെക്കൻഡിൽ താഴെ വരുന്ന വീഡിയോയ്ക്ക് പകരം ഒരു ലിറ്റിൽ മോർ ലെങ്തി ഒരു വേർഷനായി ചെറിയൊരു കമ്മ്യൂണിക്കേറ്റീവ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് വണ്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർ എന്ന് പറയുന്നത് കാർ എന്തൂസിയാസ്റ്റുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും എൻ്റെ അറിവിൽ ഒരു മെജോറിറ്റി കാർ എന്തൂസിയാസ്റ്റുകളും ബോയ്സ് ആയിരിക്കും. ആണുങ്ങൾക്കാണ് എന്തുകൊണ്ടോ ആ ഒരു മെഷീനിനോടും ആ ഒരു സ്പോർട്ടിനോടും മൊത്തത്തിലൊരു താല്പര്യം കൂടുതലുള്ളത്. അപ്പോൾ ചെറുപ്പം മുതലേ വണ്ടികൾ ഭയങ്കരമായി ഇഷ്ടപ്പെടുകയും അത് കാണാനും ഉപയോഗിക്കാനും അങ്ങനെ എല്ലാം വണ്ടിയുമായി ബന്ധപ്പെട്ട് എല്ലാം ഫോളോ ചെയ്യുകയും ചെയ്യുന്ന രീതിയിൽ പോകുന്ന ആളെന്ന രീതിയിൽ പലപ്പോഴും നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആകണം എന്ന് പലപ്പോഴും പലരും പല റീസൺ കൊണ്ടാണ്. ചിലർ വളരെ ദാരിദ്ര്യം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് എനിക്ക് വലുതാകുമ്പോൾ ഇങ്ങനെ ജീവിക്കണ്ട, എനിക്ക് വേറെ രീതിയിലോട്ട് എത്തണം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഒരു മിഡിൽ ക്ലാസ് നോർമൽ ലൈഫൊക്കെ ലീഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാരുതി 800 വീട്ടിലുണ്ടായിരുന്ന ഒരു വീട്ടിലെ പയ്യനെ ചിലപ്പോൾ ബെൻസും BMW ഒക്കെ കാണുമ്പോൾ എനിക്കിതൊക്കെ വേണം അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങണം എന്നൊരാഗ്രഹം വരാം. അപ്പോൾ അതുപോലെ അത്തരത്തിൽ തന്നെ ഒരു മിഡിൽ ക്ലാസ്സിൽ ജീവിച്ച ആളാണ് ഞാൻ. പക്ഷേ നമ്മുടെ ഒരു ജനറേഷനിൽ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പഠിച്ചതിനൊത്ത രീതിയിലുള്ള ഒരു ജോലി കണ്ടുപിടിക്കുക, ജോലി ചെയ്യുക. തുടർന്ന് നമ്മൾ ജീവിച്ച് ഒരു ടൈം എത്തുമ്പോഴാണ് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നത് ഈ 9 to 5 ജോബ് കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഞാൻ പറയുന്ന ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരെ പറ്റി ഒരു 90% ആൾക്കാർ, ഒരു 10% ഭയങ്കരമായി എക്സൽ ചെയ്ത് കരിയറിൽ പോകുന്നവരുണ്ട്. അവരെക്കുറിച്ചല്ല, നമ്മുടെ സുന്ദർ പിച്ചയോ സത്യാനടല്ലയോ ഇത്തരത്തിലുള്ള ആൾക്കാരെ പറ്റിയല്ല പറയും. അപ്പോൾ നമ്മളൊരു 9 to 5 ജോബിൽ നിന്നുള്ള നമ്മുടെ ഇൻകം കൊണ്ട് പലപ്പോഴും നമ്മുടെ സോ കോൾഡ് ഡ്രീം കാറുകളിലോട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാർ എന്തൂസിയാസ്റ്റുകളുടെ ഡ്രീമായിട്ടുള്ള പല വണ്ടികളും പലപ്പോഴും നമുക്കൊരു ജോലി കൊണ്ട് നേടാൻ പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷനോട് അല്ലെങ്കിൽ പുതിയ പിള്ളേരോട് മാത്രമല്ല, ഈവൻ എൻ്റെ പ്രായത്തിലുള്ളവരോടും. ഞാനൊരു ലേറ്റ് 30s ആളാണ്. ഡെഫിനറ്റ്ലി ഞാനും ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ആളാണ്. അതിനപ്പുറത്ത് പലതും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പലപ്പോഴും അത് പോസ്റ്റ്പോൺ ചെയ്ത് പോയിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഈവൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നത് പോലും എത്രയോ വർഷങ്ങളായി വിചാരിക്കുന്നു എന്നാൽ പോസ്റ്റ്പോൺ ചെയ്ത് പോയത് ഒരു ദർ ഇസ് നോ റീസൺ ബിഹൈൻഡ് ദാറ്റ്. അതായത് ഒരു നൈസ് ടു ഹാവ് സംഭവമാണ്, പക്ഷേ നമുക്കതിന് അത്രത്തോളം ഒരു വില്ലില്ലായിരുന്നു അതിലോട്ട് എഫോർട്ട് ഇടാനും വേണ്ടി. അപ്പോൾ എന്തുകൊണ്ടോ അതിനൊരു സമയമായി കാണാം അങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ യങ് പിള്ളേർ, യൂത്ത്, പഠിക്കുന്നവരൊക്കെ വീഡിയോസ് കാണുമ്പോൾ ജസ്റ്റ് ആ കാറിൻ്റെ വീഡിയോ കണ്ടുപോകുന്നതിന് അപ്പുറത്തോട്ട് എന്താണ് സംസാരിക്കാൻ പറ്റുകയെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രകാരം ഒരു 10ൽ 9 കുട്ടികളും ഒരു ഡിഗ്രി പഠിച്ചിറങ്ങിയാൽ അത് വെച്ച് എന്ത് ജോലി ചെയ്യാം എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ സ്വന്തമായിട്ട് ജോലി കൊടുക്കുന്ന ഒരാളായി മാറുന്നതിനെ പറ്റി ചിന്തിക്കുന്നത് വളരെ കുറവാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെയും കുറേ കൂടെ ഈ സ്റ്റാർട്ടപ്പ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പേരെങ്കിലും അത്തരത്തിലൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എങ്കിലും ആ ഒരു മൈൻഡ് സെറ്റ് ചെറുപ്പം മുതലേ നമ്മൾ വീടുകളിൽ പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് നമുക്ക് ചെറുപ്പത്തിലെ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ ഇല്ലാതെ പോയത് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ 90s കിഡ്സിൻ്റെ ഒരു ഗ്രൂപ്പിലൊക്കെ ഞാൻ കണ്ടെടുത്തോളം 10ൽ 9 പേരും എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നവരാണ്. ഞങ്ങളിവിടെ ഈ പുറം രാജ്യത്ത് വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ്, ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരും കൂടുമ്പോൾ പറയുന്ന എന്തെങ്കിലും ചെയ്യണം, ജോലി മടുപ്പാണ്, ഒരു രസമില്ല, സാലറി വേണം, ജീവിക്കണം, അതിനുവേണ്ടി ജോലി ചെയ്യുന്നു. എന്നാൽ പലർക്കും ചെറുപ്പകാലങ്ങളിലൊക്കെ മറ്റു പല ആഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. അതൊന്നും ഫുൾഫിൽ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ചേസ് ചെയ്യാനോ ഉള്ള വിൽ പവറോ ഡ്രീമോ വിഷനോ ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ലേറ്റ് 30s ഞാനിത് പറയുന്നത് മേ ബി എനിക്കൊരു 15 വർഷം കളഞ്ഞുപോയി അല്ലെങ്കിൽ പലതും ട്രൈ ചെയ്യാവുന്ന ഏജിൽ ട്രൈ ചെയ്തില്ല എന്നുള്ള തോട്ടുകളുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ഒരു ടീനേജറിനോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി പഠിക്കുന്നയാൾക്കോ അല്ലെങ്കിൽ 20s ഉള്ളവർക്കോ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട്, അതായത് പഠിച്ചിറങ്ങിയാൽ ജോലി ചെയ്യുക മാത്രമാണ് എൻ്റെ ഓപ്ഷൻ എന്നുള്ളതിൽ നിന്ന് മാറി എനിക്കിഷ്ടമുള്ളൊരു കാര്യം അതൊരു മണി ജനറേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് എത്തിക്കാൻ പറ്റുമോ. എന്ത് ചെറിയ കാര്യമാണെങ്കിലും അത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നതാണെങ്കിൽ നമ്മളതൊരു ആത്മാർത്ഥമായിട്ട് അതിൽ വർക്കൗട്ട് ചെയ്ത് അതിലോട്ട് ഇറങ്ങി
ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അതായത് എല്ലായിടത്തും നമ്മൾ കേൾക്കുന്നതാണ്, ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അത് വിജയിക്കുമായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. കാരണം നമ്മളൊരു പ്രായം കഴിഞ്ഞ ഒരു ഫാമിലി ലൈഫിലോട്ട് കയറി ഭാര്യയായി, മക്കളായി, പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റീസായി, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പലർക്കും പിന്നീട് ഒരിക്കലും ഈ പറയുന്ന ഒരു ഡ്രീം അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്നേക്കുമായിട്ട് പുറകോട്ട് മാറ്റി വെച്ച് ആൾക്കാർ ജീവിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോ ജസ്റ്റ് ഒരു ഷോർട്ടായി ഷെയർ ചെയ്യുന്നതിന് പകരം ഞാൻ ഓർത്തു നിങ്ങൾക്ക് അത്തരത്തിലൊരു തോട്ട് കൂടി നിങ്ങളുടെ മനസ്സിലോട്ട് തരണമെന്ന് എനിക്ക് തോന്നി. ഒരു എസ് ക്ലാസ്, ഇപ്പോൾ ഈ കാണുന്ന എസ് ക്ലാസ് ജർമ്മനിയിൽ 10 കൊല്ലമായിട്ട് ജോലി ചെയ്യുന്ന എനിക്ക് ഇപ്പോൾ മേടിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഒരു സാലറി ഉണ്ട്. ആ സാലറിയിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ ജീവിത എക്സ്പെൻസുകൾ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുടെ ചിലവുകൾ, മറ്റു കാര്യങ്ങൾ, നമ്മുടെ എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന സേവിങ്സ് മുഴുവൻ എടുത്ത് നമുക്കൊരു കാർ വാങ്ങാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ഒരു ഡ്രീം കാറിലോട്ടൊന്നും ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമ്മളൊരു എംപ്ലോയി എന്നതിനപ്പുറം എംപ്ലോയറായി മാറാൻ എല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, അതിപ്പോൾ ഒരു 10 രൂപയുടെ സാധനം വിറ്റിട്ട് 1 രൂപ ഉണ്ടാക്കുന്നതാണെങ്കിലും ലൈഫിൽ എല്ലാവരും ഒരു പ്രാവശ്യം എന്തെങ്കിലും ഈ പറയുന്നത്, നമ്മളെല്ലാവരും ആരുടെയോ ഡ്രീം ഫുൾഫിൽ ചെയ്യുകയാണ് ഈ 9 to 5 ജോലികൾ. ഞാൻ എൻ്റെ കമ്പനി വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കമ്പനിയുടെ ഉടമസ്ഥൻ അയാളുടെ ഡ്രീം ലൈഫ് ലീവ് ചെയ്യുകയാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനപ്പുറത്തോട്ട് നമുക്ക് നമ്മുടെ ഡ്രീമുകൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനും, അതിന് എല്ലാവരും പറയും അതിനൊരു സമയമില്ല, ഏത് പ്രായത്തിലും ആർക്കും എന്തും ചെയ്യാം ഒരു വില്ലുണ്ടെങ്കിൽ. പക്ഷേ അതിൻ്റെ ഏറ്റവും അനുകൂലമായ എല്ലാ ഘടകങ്ങളും ഉള്ളത് നിങ്ങളുടെ ഒരു 20s എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ early 30s. കാരണം മറ്റു റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ പലപ്പോഴും നമുക്ക് കുടുംബത്തെയോ മക്കളെയോ പേരൻസിനെ ഒന്നും മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ മാത്രം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പോകാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കുക. ഇതുപോലെ ഒരു ഹൈ എൻഡ് വണ്ടി ഭ്രാന്തന്മാരോടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് തീരെ കണക്റ്റ് ആവില്ല. അതുകൊണ്ട് എല്ലാ വണ്ടി ഭ്രാന്തന്മാരും ഒരു എസ് ക്ലാസ്സോ ഒരു 7 സീരീസോ ഒരു 911 ഒക്കെ എടുക്കാൻ എനിക്ക് പറ്റണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അതിന് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.